എന്താണ് ഈ വഴിക്കൊക്കെ? വെറുതെ വന്നാണ് സാർ. സാറിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? MLA സ്ഥാനം പോയതാണോ? അതോ പ്രവർത്തകർ ഇവിടെ വന്ന് കല്ലെറിഞ്ഞതോ? അതൊക്കെ ഓരോരുത്തരുടെ അനുഭവമായി എടുത്ത പ്രശ്നമില്ല പ്രകാശ്. പ്രകാശിന് മുമ്പ് ഒരു കുത്തേറ്റു. പ്രകാശിനെ പോലും സെലിബ്രിറ്റിയുടെ നെഞ്ചിൽ കത്തിമുന കൊണ്ടില്ലേ? അതുപോലെയൊക്കെ ഉള്ളൂ ഇതും. നമസ്കാരം മാഡം. രജനിയേച്ചി സുഖമല്ലേ? പ്രകാശകത്തേക്ക് വരൂ. സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് ദേഷ്യം തോന്നരുത്. ദേഷ്യം തോന്നുന്ന കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്ന നല്ലത്. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ പറയാനുള്ളത്? ബലരാമൻ സാറിനോട് സാറിനൊന്ന് രമ്യതപ്പെട്ടുകൂടെ? സത്യം പറഞ്ഞ അദ്ദേഹം നല്ലൊരു മനുഷ്യനാ. ഈ മകള് നഷ്ടപ്പെട്ടപ്പോ ഒരു അച്ഛന്റെ വേദന. മതി മതി. പ്രകാശ് മേനോനും ബലരാമനും തമ്മിലുള്ള ബന്ധം പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഒരിക്കൽ ഞാനത് കണ്ടതുവാ. അല്ല, ബലരാമൻ സാറുമായിട്ട് സാറൊന്ന് റിക്വസ്റ്റ് ചെയ്താ, ഒന്ന് മാപ്പ് ചോദിച്ചാ. സിദ്ധു, എന്താ ഇത്? ബലരാമൻ ഇട്ടു തരുന്ന എല്ലിൻ കഷ്ണത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി സിദ്ധാർത്ഥന് നേരെ വരണ്ട. മനസ്സിലായടാ? പ്രകാശ് ഡള്ളായിരിക്കുന്ന എന്താ? എന്തുപറ്റി? ഒന്നുമില്ല സാർ. പ്രകാശിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് തെളിച്ചു പറ. സിദ്ധാർത്ഥൻ സാറ് എന്നെ തല്ലി. തല്ല്? ബാലു, സിദ്ധാർത്ഥൻ തല്ലേ? എന്തിനാ താനം തല്ലിയേ? ഇല്ല സാർ, അത് വേണ്ട, ഞാനത് വിട്ടു. പ്രകാശ് വിട്ടോ? പക്ഷെ ഞാൻ വിടില്ല. താൻ കാര്യം പറയേ. സാർ, ഞാനിന്ന് ചന്ദ്രത്ത് പോയിരുന്നു. എന്തിനു പോയി? അല്ല, ഗിരിയേട്ടനുമായിട്ട് ബന്ധം വരാൻ പോകുന്ന വീടല്ലേ, ഒന്ന് ചെല്ലാന്ന് കരുതി. എന്നിട്ട് സംസാരിച്ച് ബലരാമൻ സാറിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ബലരാമൻ സാറിനെ ന്യായീകരിച്ചത് സിദ്ധാർത്ഥൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ചാടി വീണെന്നെ തല്ലി. പ്രകാശിനെ തല്ലുക എന്ന് വെച്ചാൽ എന്നെ തല്ലുന്നതിന് തുല്യ. ഞാൻ വിടില്ല അവനെ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പോരുത്. പ്രകാശ് ഞങ്ങൾക്ക് മോനെ പോലെയാ, അറിയാലോ. അപ്പൊ ചോദിക്കണ്ടേ? അതെ, ചോദിക്കണ്ടേ. പ്ലീസ്, വേണ്ട സാർ. സാർ, പിന്നെ ഗിരിയേട്ടനൊക്കെ അറിഞ്ഞത് വലിയ പ്രശ്നമാവും. ബാലു, പ്രകാശ് പറയുന്നതിലും കാര്യമുണ്ട്. അതെ. എന്തായാലും പ്രകാശ്, സിദ്ധാർത്ഥ് തന്നെ അടിച്ച അടി എന്റെ തിരിച്ചടിക്കുള്ള ശക്തി കൂട്ടാൻ ഉപകരിക്കും. ഞാൻ അവന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നത് പ്രകാശിന്റെ അപമാനത്തിന് വേണ്ടിയായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.